പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ദുഃഖത്തിൻ്റെ വേളയിൽ സന്തോഷിക്കുവാൻ സാധിക്കുമോ? ദൈവവചനം നമ്മോട് പറയുന്നത് അങ്ങനെയാണ്. ഏറ്റവും ദുഃഖം അനുഭവിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. അത് ദൈവമക്കൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അല്ലാത്തവർക്ക് അത് സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്: ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ എന്നാണ് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദുഃഖിതരാണെങ്കിലും എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. അതൊരു കോൺട്രഡിക്ഷനാണ്. സാധാരണയായി ദുഃഖിതർക്ക് സന്തോഷിക്കുവാൻ സാധിക്കുകയില്ല. ദുഃഖത്തിൻ്റെ വേളയിൽ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം കടന്നു വരാറേയില്ല. സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ് അതിൻ്റെ വാസ്തവം. നമ്മുടെ ഹൃദയത്തെ ദുഃഖം വല്ലാതെ ഗ്രസിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സന്തോഷിക്കുവാൻ സാധിക്കുക? ന്യായമായും നാം ചിന്തിക്കുന്നത് നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഹൃദയം വല്ലാതെ തപിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സകല ചിന്തകളും നമ്മുടെ സങ്കടത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ടതായ കാര്യങ്ങളെപ്പറ്റി നാം ഓർത്തുകൊണ്ട്, നമ്മുടെ കഷ്ടതയെ ഓർത്തുകൊണ്ട്, ഈ ഒരു ഗതി നമുക്ക് വന്നല്ലോ എന്നോർത്തുകൊണ്ട്, ഞാൻ ഈ സാഹചര്യത്തിൽ അകപ്പെട്ടു പോയല്ലോ എന്നോർത്തുകൊണ്ട്, എൻ്റെ നഷ്ടത്തെ നികത്തുവാൻ എനിക്ക് സാധ്യമല്ല എന്നോർത്തുകൊണ്ട്, അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ദുഃഖം വളരെ വലുതായിരിക്കാം. പ്രിയമുള്ളവരുടെ വേർപാട് നിമിത്തം, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന വേർപാടുകൾ, രോഗത്തിൻ്റെ കാഠിന്യം നിമിത്തം, നഷ്ടങ്ങൾ നിമിത്തം, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ നിമിത്തം ഒക്കെ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമോ? സന്തോഷത്തിലേക്ക് വരുവാൻ സാധിക്കുമോ? ഇത് ലോക മനുഷ്യരും ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്. അനേകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. വർദ്ധിച്ച ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം അനുഭവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യുകയില്ല. ദുഃഖം ഏറ്റവും വർദ്ധിച്ചു വരുമ്പോഴാണല്ലോ ആത്മഹത്യക്കായി ഒരുങ്ങുന്നത്. എന്നാൽ ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താണ്? ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ സമയത്ത് കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് നമ്മോട് ഏറ്റവും അടുത്തു വരുന്ന സമയം നമ്മുടെ ദുഃഖത്തിൻ്റെ വേളയാണ്. നമുക്കറിയാം, വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയെ ആശ്വസിപ്പിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ ആ ആളിൻ്റെ ദുഃഖം എത്രയോ ലഘൂകരിക്കപ്പെടും. വലിയവനായ ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നത് നമ്മുടെ ദുഃഖവേളയിലാണ്. ഏറ്റവും വലിയ ദുഃഖവേളയിൽ നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നത് നമ്മുടെ വലിയവനായ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. കഷ്ടകാലത്ത് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മോട് ചേർന്നിരുന്ന് നമ്മെ തലോടി ആശ്വസിപ്പിക്കുന്ന ഒരു കരം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ദുഃഖത്തെ ലഘൂകരിക്കുന്നത്. ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ സമയത്ത് ആ കരം നമ്മുടെ കരത്തിൽ പിടിക്കുന്നു, ബലമായി പിടിക്കുന്നു, നമ്മെ തലോടി ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് നമ്മോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ദുഃഖം നാം അനുഭവിക്കുമ്പോൾ
നമ്മുടെ അരികിൽ വരുന്ന കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ തലോടുന്നത് ആർക്ക് അനുഭവിക്കുവാൻ സാധിക്കും? അവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് ഞാൻ പറയുകയാണ്. ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആരും ആശ്വസിപ്പിക്കുവാനില്ലാതെ, ആരും അരികിൽ വരുന്നില്ല എന്നുള്ള തോന്നൽ ആർക്കാണോ ഉണ്ടാവുന്നത്, അവർ ജീവിതത്തിലെ ഏറ്റവും നിരാശ ബാധിച്ചവരാണ് എന്നും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖവേളയിൽ നിങ്ങളെ പിരിയാതെ നിങ്ങളുടെ അരികിലേക്ക് അടുത്തു വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നുവോ? നീ ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായും നിന്റെ ജീവിതത്തിൻ്റെ ഒരുപാട് അവസരങ്ങളിൽ ഈ കർത്താവ് നിന്റെ അരികിലേക്ക് വന്ന് നിന്നെ തലോടിയത് മനോമുകുരത്തിൽ തെളിഞ്ഞു വരുന്നത് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ അത് തന്നെ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. കർത്താവിൻ്റെ തലോടൽ, ആ സാന്ത്വനം, സാമീപ്യം, സഖിത്വം ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവമക്കൾ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതവർക്കൊരു പുതിയ അറിവാണ്. കർത്താവ് ഇങ്ങനെ അരികിൽ വരുന്നതും തലോടുന്നതും ആശ്വസിപ്പിക്കുന്നതും ദുഃഖവേളയിൽ സന്തോഷിക്കുവാൻ സാധിക്കും എന്നുള്ളതും ഒരു പുതിയ അറിവായിട്ട് അങ്ങനെയുള്ളവർക്കിരിക്കുന്നു. ഇന്ന് രാവിലെ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ക്രിസ്തുവില്ലാത്ത ജീവിതം അർത്ഥശൂന്യമായ ജീവിതമാണ്. നിങ്ങൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, ഒരു പക്ഷേ നിങ്ങൾ ഏക്കർ കണക്കിന് തോട്ടങ്ങൾ സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, ബാങ്കുകളിൽ നിങ്ങൾക്കിഷ്ടം പോലെ ഡെപ്പോസിറ്റുകൾ ഉണ്ടായിരിക്കാം, തലമുറകൾക്ക് സുഭിക്ഷമായി കഴിയുന്നതിന് വേണ്ടിയുള്ളതെല്ലാം നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചിന്തയുണ്ട്? നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ നേടാനാകാതെ, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിങ്ങൾ സ്വീകരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും ഭയാനകമായ പാപത്തിൻ്റെ ശിക്ഷാവിധിയാകുന്ന നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുന്ന നിലയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ സൗജന്യമായി ലഭിക്കുന്ന രക്ഷ നിങ്ങൾ പ്രാപിക്കുന്നുവെങ്കിൽ, വിശ്വാസത്താൽ പ്രാപിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് തേജസ്കരിക്കപ്പെടുന്നു. നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ആത്മാവ് ചെന്നെത്തുന്നു. നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ സാധിക്കുന്നു. എത്രയോ സന്തോഷകരമായ ഒരനുഭവമാണത്. അങ്ങനെയുള്ള വിശ്വാസം വന്നവരാണ് ദൈവമക്കൾ. ഇന്ന് രാവിലെ ആ ഒരു അനുഭവത്തിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ദൈവ പൈതലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖവേളയിലും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖിതരാണെങ്കിലും എപ്പോഴും സന്തോഷം ഹൃദയത്തിലുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? കർത്താവ് കൂടെയുണ്ട്. നാം ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിലെ ഒരു തലമുടി നാരിഴ പോലും പൊഴിഞ്ഞു പോകുന്നത് കർത്താവിൻ്റെ അറിവോട് കൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. തൽക്കാലത്തേക്ക് പലതും നമുക്ക് സങ്കടകരമാകാം, വല്ലാത്ത വിഷമം നൽകുന്നതാകാം, വളരെയധികം വേദന നമുക്ക് സമ്മാനിക്കുന്നതാകാം. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ, നമ്മെ സന്തോഷിപ്പിക്കുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സങ്കടത്തിൻ്റെയും കഷ്ടതയുടെയും ഒക്കെ ജീവിതമാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ സന്തോഷിക്കുന്ന ജീവിതമാണ്. ഇന്ന് രാവിലെ കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ തലോടുന്ന ആ കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ.
നമ്മുടെ സങ്കടമെല്ലാം മാറി സന്തോഷിക്കുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ദുഃഖവും നിരാശയും പ്രയാസവും സങ്കടവും ഒക്കെ വരാറുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സന്തോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ എന്ന് അവിടുത്തെ ദാസൻ എഴുതിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ സമയത്തും അവിടുത്തെ സാന്നിധ്യത്താലും സാമീപ്യത്താലും ഞങ്ങളെ തലോടി ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ സാന്ത്വനത്താലും സന്തോഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ വചനം കേട്ടവർക്ക് കർത്താവിയുടെ ജീവിതത്തിലെ നിരാശയ്ക്ക് പകരം, സങ്കടത്തിന് പകരം അവർക്ക് സന്തോഷം നൽകി അവരെ അനുഗ്രഹിക്കണമേ. വല്ലാത്ത സങ്കടത്തിലൂടെയോ ദുഃഖത്തിലൂടെയോ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടെ എല്ലാ സമയത്തും ഉണ്ടെന്നുള്ള വലിയ ബോധ്യം അവർക്ക് നൽകി അവരെ സന്തോഷത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ആരെങ്കിലും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെപ്പറ്റി അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ പൈതലായി തീർന്ന് ദുഃഖത്തിലും സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചാട്ടെ. അവിടെ അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ